ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഇറ്റ്സ് PSCയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കമ്പ്യൂട്ടർ ട്രേഡ്, അതായത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ്, BTechിലൊക്കെ ചിലപ്പോൾ CS എടുത്തിട്ടുള്ള ആൾക്കാരുണ്ടാവും, കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ടുള്ള ആൾക്കാരുണ്ടാവും, BTech ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി എടുത്തിട്ടുള്ള ആൾക്കാരുണ്ടാവും, അതുപോലെ MTech ഇതിൻ്റെയൊക്കെ MTech എടുത്തിട്ടുള്ള ആൾക്കാരുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഒരു പിടി അവസരങ്ങൾ കേരള PSC ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാറ്റഗറി നമ്പർ പറയുന്നുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ ഈ ഒരു ചാൻസ് നിർബന്ധമായിട്ട് ഉപയോഗപ്പെടുത്തുക. കാരണം ഒറ്റയടിക്ക് ഒരു 7-8 അവസരങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ ചാൻസാണ്. ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ജോലി എന്തായാലും ഉറപ്പിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ ഇതറിയാതെ പോകുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ഫെബ്രുവരി 2-നൊക്കെ ലാസ്റ്റ് ഡേറ്റ് വരുന്ന അപ്ലിക്കേഷനുണ്ട്. പിന്നെ ഏതോ 1-2 19 വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് കയറി നിങ്ങളുടെ പ്രൊഫൈൽ കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ടൊന്ന് വേഗം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പരമാവധി വേഗം അപ്ലൈ ചെയ്യുക. ഒരുപാട് ലേറ്റായി കഴിഞ്ഞാൽ പിന്നെ അവസാനം നമുക്ക് അപ്ലൈ ചെയ്യാനും പറ്റാണ്ടാവും. ചിലപ്പോൾ നമ്മൾ മറന്നു പോകും, എന്തെങ്കിലുമൊക്കെ കാരണം വന്ന് പോകും. അപ്പം ഒരു അപ്ലിക്കേഷൻ നമുക്കിപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് പറയാം. ആദ്യം വന്നത് 599/2021 അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ODPEC, അതായത് ഓവർസീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോഷൻ കൺസൾട്ടൻസ് ലിമിറ്റഡ്. അപ്പോൾ ഇവരുടെ ഒരു പോസ്റ്റ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് എന്നുള്ളൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ വന്ന് ഗ്രാജുവേറ്റും അതിൻ്റെ കൂടെ തന്നെ സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസാണ് പറയണത്. അപ്പോൾ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസും ഗ്രാജുവേഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ 601/2021 അത് ജൂനിയർ അസിസ്റ്റൻ്റ് എന്നുള്ളൊരു പോസ്റ്റാണ്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് ആണ്. അവരുടെ ജൂനിയർ അസിസ്റ്റൻറ്റ് പറഞ്ഞ പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷനും സെയിം ക്വാളിഫിക്കേഷനാണ്. ഗ്രാജുവേറ്റ് ഒരു പോസ്റ്റും ഗ്രാജുവേഷനും വേണം, അതിൻ്റെ കൂടെ സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് എന്നുള്ളൊരു പോസ്റ്റും വേണം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ 604/2021 ഇത് EDP അസിസ്റ്റൻ്റ് എന്ന് പറയും. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ ഒരു പോസ്റ്റാണ്. ഇവിടെ ഇതേ സെയിം ക്വാളിഫിക്കേഷനാണ്, ഗ്രാജുവേഷനും, പക്ഷേ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് ആണ് വേണമെന്ന് പറയുന്നത്. മറ്റൊന്ന് 647/2021 ഇതെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്നുള്ളൊരു പോസ്റ്റാണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിൽ. അപ്പോൾ ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ BTech CS ആവാം, BTech IT, അതുപോലെ MCA ഉള്ളവർക്ക് പറ്റും. MSc കമ്പ്യൂട്ടർ സയൻസും MSc ഇലക്ട്രോണിക്സ്, MSc മാത്സ്, MSc ഫിസിക്സ്, MSc സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിഭാഗക്കാർക്ക് പറ്റും. പക്ഷേ ഈ MSc ഉള്ള ആൾക്കാർക്ക് ഇതിന് കൂടെ തന്നെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൂടെ വേണമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നോക്കുക കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാർ MSc ഉള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷന് കൂടെ എന്താ വേണ്ടെന്നുള്ളതൊന്ന് പ്രൊഫൈലിൽ കയറിയിട്ട് ചെക്ക് ചെയ്യുക. ഇനി മറ്റൊരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് 723/2021 അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്നുള്ള തസ്തികയാണ്. അത് CS-കാർക്കും എഴുതാം, IT-കാർക്കും എഴുതാം. അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് CS-നും IT-ക്കും എഴുതാൻ പറ്റും. ഈ പറയുന്ന പോസ്റ്റിലേക്ക് വേണ്ടത് BTech ഇൻ CS, അതിൻ്റെ കൂടെ MTech ഇൻ CS, അല്ലെങ്കിൽ BTech ഇൻ IT അതിൻ്റെ കൂടെ MTech ഇൻ IT. ഇതല്ലെങ്കിൽ തിരിച്ചും വരാം. ഇപ്പോൾ BTech CS-ഉം MTech IT-യും, അല്ലെങ്കിൽ BTech IT-യും MTech CS-ഉം തിരിച്ചും വരാം. എന്തായാലും ഏതെങ്കിലും നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസും ഇൻഫർമേഷൻ ടെക്നോളജിയാണ് MTech-ലും BTech-ലായിട്ട് പഠിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നൊരു പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ CS-ഉം അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ IT-യും. രണ്ടിനും സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് വേണ്ടത്. CS-ൻ്റെ കാറ്റഗറി നമ്പർ 723/2021 IT-ൻ്റെ കാറ്റഗറി നമ്പർ 726/2021. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാം സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ് കേട്ടോ. ഇനി ഒന്നുകൂടെ സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് വരുന്നുണ്ട്. അത് ഈ 745/2021 പറഞ്ഞ IT-യിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്നുള്ളൊരു പോസ്റ്റ് ഉണ്ട്. കോപ്പ, അതായത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻ്റ് പറഞ്ഞൊരു പോസ്റ്റിലേക്കും ഈ BTech-കാരനെ തന്നെയാണ് എടുക്കുന്നത്. CS-ഓ അല്ലെങ്കിൽ IT-യോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ ക്വാളിഫൈഡ് ആണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ എല്ലാ പോസ്റ്റും നമ്മൾ പറഞ്ഞില്ല, 599, 601, 604, 647, 723, 726, 745 ഇത്രയും എല്ലാം സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനും, അതായത് സ്റ്റേറ്റിൽ ഓൾ കേരള ലെവലുള്ള വാക്കൻസീസിലേക്കാണ് നമ്മൾ ഇതിൽ നിന്ന് കിട്ടുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഡിസ്ട്രിക്ട് വൈഡാണ്. അവിടെ എന്ന് പറയുമ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റിലും, അതായത് എല്ലാ ഡിസ്ട്രിക്റ്റിലും ചിലപ്പോൾ വാക്കൻസിൽ ഉണ്ടാവുന്നില്ല. സെപ്പറേറ്റ് ഏതൊക്കെ ഡിസ്ട്രിക്റ്റ് എന്നുള്ളത് അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഡിസ്ട്രിക്റ്റിലേക്കുള്ള എക്സാം നടത്തുന്ന
പരീക്ഷയിലാണ് ഡിസ്ട്രിക്ട് വൈഡിൽ വരിക. അപ്പോൾ അത് 764/2021 ട്രേഡ്സ്മാൻ ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി എന്നുള്ളൊരു പോസ്റ്റാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത്. അത് CS IT-കാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതല്ലാതെ ഡിപ്ലോമയൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ അത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ITI ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്കൊക്കെ പറ്റും. അപ്പോൾ നിങ്ങളതൊന്ന് നിങ്ങളുടെ പ്രൊഫൈലൊക്കെയായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം അപ്ലൈ ആയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾക്ക് ഈ ഇൻഫർമേഷൻ ഇപ്പോൾ നമ്മളുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാലും ഇതെല്ലാം കിട്ടും. അപ്പോൾ നമ്മൾ കാറ്റഗറി നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമ്മൾക്ക് അതിൻ്റെ അപ്ലൈ ചെയ്യേണ്ട ആ ഒരു ഭാഗത്തേക്ക് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് പോകാം. തപ്പി നടക്കണമെന്ന് പറഞ്ഞിട്ടാണ് സെപ്പറേറ്റ് ഞാൻ കാറ്റഗറി നമ്പറും കൂടെ പറഞ്ഞത്. അപ്പോൾ ഇത്രയും അവസരങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ എണ്ണാണെന്നുണ്ടെങ്കിൽ 4 8 അവസരങ്ങളാണ് ഞാനിതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് 8 അവസരങ്ങളൊക്കെ വരികയെന്ന് പറയുന്നത് ചില്ലറ കാര്യമില്ല. അപ്പോൾ ഇലക്ട്രോണിക്സുകാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആണ്ടിലോ അമാവാസിലോ ഒരു പോസ്റ്റ് വിളിച്ചാലായി എന്നാണ്. ഇതിപ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഇത്രയും അവസരങ്ങൾ കിട്ടിയിരിക്കണം. അതൊരു വലിയ ചാൻസാണ്. അപ്പോൾ ഈ അവസരങ്ങൾ ഇതിലൊന്നെങ്കിലും നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകളാണ്. അപ്പോൾ നമ്മുടെ നോളേജ് നമുക്കിവിടെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നല്ലൊരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. നല്ലൊരു സാലറി പാക്കേജോടുകൂടി ജോലി ചെയ്യാനുള്ളൊരു അവസരം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ചാൻസ് നിങ്ങൾ മിസ് ചെയ്യരുത്. അപ്പോൾ ഇത്രയും നമ്മുടെ ഈ വീഡിയോയിലായിട്ട് ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ വളരെ ഉപകാരപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കാതെ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.